മുഴുകി ക്ഷേത്രങ്ങൾ. ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ കോവിലിലും ബൊമ്മക്കൊലുവൊരുക്കി നവരാത്രിയെ വരവേൽക്കുകയാണ്. ദേവി മഹിഷാസുരമർദ്ദന നിഗ്രഹത്തിനായി 9 ദിവസം യുദ്ധം ചെയ്ത ആ കഥയിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ നവരാത്രി ആഘോഷം. ആദ്യത്തെ 3 ദിവസം ദുർഗാദേവി, രണ്ടാമത്തെ 3 ദിവസം ലക്ഷ്മി ദേവിയെയും, മൂന്നാമത്തെ 3 ദിവസം സരസ്വതി ദേവിനെയും ആരാധിക്കും. ദേവി യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ തൻ്റെ സൈന്യങ്ങൾക്ക് ശക്തി തരാൻ വേണ്ടി ശക്തി ദേവിയെ 3 ദിവസം പ്രാർത്ഥിക്കുകയും, ശക്തി മാത്രം പോരാ, നമുക്ക് ആയുധങ്ങൾ വാങ്ങാൻ പണവും ആവശ്യമാണ്, ധനവും ആവശ്യമാണ്. അതുകൊണ്ട് ധനത്തിനു വേണ്ടി ധനലക്ഷ്മിയും 3 ദിവസം ആരാധിക്കുകയും, മന്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടി സരസ്വതിയെ 3 ദിവസം ആരാധിക്കുകയും, 10-ാം ദിവസം ആദിപരാശക്തിയെ ആരാധിക്കുകയും, അതിനുശേഷം ഉള്ള 10 ദിവസം 9 ദിവസം യുദ്ധം ചെയ്ത് 10-ാമത്തെ ദിവസം മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതാണ് ഈ കഥ. അന്ന് ഈ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരെല്ലാം രാവണ യുദ്ധം കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അതേസമയം തന്നെ ദേവി ഇവിടെ മഹിഷാസുരനെ വധിക്കാനായിട്ടും നിന്നത് ഒരേ സമയത്തായി. അതുകൊണ്ട് ദേവന്മാരെല്ലാം അവിടേക്ക് ശ്രദ്ധ കൊടുത്തു, രാവണ യുദ്ധത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു. ആർക്കും ദേവീൻ്റെ യുദ്ധത്തിനെ പറ്റി കാണാൻ സാധിച്ചു. അത് അവർക്ക് വിഷമമായി. അപ്പോൾ അത് കാരണം അവർ അവിടെയുള്ള യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് കളിമണ്ണ് നിറയുണ്ടായിരുന്നു. കളിമണ്ണുള്ള കാരണം അവിടെ കളിമൺ പാത്രങ്ങൾ ചെയ്യുന്ന വംശക്കാർ നിറയെ പേരുണ്ടായിരുന്നു. അവർ ഈ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അവരെന്ത് ചെയ്തു? ഈ കളിമണ്ണ് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കി, യുദ്ധത്തിൻ്റെ ആ രൂപങ്ങളൊക്കെ അവരുണ്ടാക്കി പ്രദർശിപ്പിച്ചു ദേവന്മാർക്ക് വേണ്ടി. അന്ന് തൊട്ടാണ് ഈ നവരാത്രി ആഘോഷത്തിന് പ്രതിമ വെച്ച് ബൊമ്മക്കൊലു ഉണ്ടായത്. ബൊമ്മക്കൊലു ഉണ്ടായപ്പോൾ അതിന് ശേഷം അതിന് ഓരോ പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവന്നു ബൊമ്മക്കൊലു. ആദ്യം 9 ദിവസത്തെ പൂജ, അതിൽ ഓരോ ദിവസത്തെ പൂജയ്ക്കും ശൈലന്ദ്രി ആണ് ഇന്നത്തെ ദേവി. അങ്ങനെ ഓരോ ദിവസവും ഓരോ ദേവിമാരെ പൂജിക്കുന്ന ഒരു രീതിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ പല രീതിയും കൊണ്ടുവന്നു. ഇത് ആകെ ഉണ്ടായത് ആദ്യം ദക്ഷിണ ഭാരതത്തിലായിരുന്നു. ഇപ്പോൾ ഭാരതം മുഴുവൻ ഇത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ജന്മം എങ്ങനെയാണോ ഒരു ആത്മാവ് ജനിക്കുന്നത് ചെറിയ പുഴുവിൽ നിന്ന് തുടങ്ങി മൃഗം കഴിഞ്ഞ് ചെടി കൊടിയൊക്കെ ആയി ഒരു മനുഷ്യനായി, മനുഷ്യനിൽ ദേവന്മാരായി അങ്ങനെ പോകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ ഉയർച്ചയാണ് ഇവിടെ കാണിക്കുന്നത്. അതോടുകൂടി 3 ദേവിമാരെ പൂജിക്കുന്നു. ഈ 4ാമത്തെ ദേവി ആദിപരാശക്തി പൂജിക്കുമ്പോൾ 10-ാം ദിവസമായി. അന്ന് 3-ാം ദിവസം സരസ്വതി ദേവിനെ പൂജിച്ച് കുട്ടികൾക്ക് വിദ്യാരംഭം തുടങ്ങുന്നു. അതിൻ്റെ അടുത്ത ദിവസം ആയുധങ്ങൾ വെച്ചുള്ള പൂജകൾ തുടങ്ങുന്നു. ആ പൂജകൾ തുടങ്ങിയത് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആണ് ഈ വിജയദശമി ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം. ബൊമ്മക്കൊലു ഉണ്ടായതും ഈ രീതിയിലേക്കാണ്. അതിൽ കൊലുവിൽ പല രീതിയിലുള്ള, അതായത് രാമായണം കഥകൾ, മഹാഭാരതം കഥകളിലുള്ള പ്രതിമകളൊക്കെ നമ്മൾ ആ കഥകളെ രൂപത്തിൽ തന്നെ വെച്ച് പ്രദർശിപ്പിക്കാറുണ്ട്. അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമയം ആകുന്നത്. പണ്ട് കാലത്തിൽ സിനിമയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേവന്മാരെ കാണണമെങ്കിൽ ഈ പ്രതിമകളിലോ വിഗ്രഹങ്ങളിലേ കാണാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക്. അവർക്ക് വേറെ അറിവില്ല. അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ വിഗ്രഹങ്ങളിൽ കൂടി, ഈ ചെറിയ പ്രതിമകളിൽ കൂടി, ഈ മൺബൊമ്മകളിൽ കൂടി വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഓരോ സംഭവങ്ങളെയും. അന്നത്തെ കാലത്ത് അങ്ങനെ തുടങ്ങിയതാണ് ഈ ബൊമ്മക്കൊലു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.